പണ്ടൊക്കെ പീടിയ കടയിൽ നിന്ന് പട്ടാണിക്കടല എന്ന് പറഞ്ഞ് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള കടല ഓർമ്മയുണ്ടോ? എന്തൊരു ടേസ്റ്റാ അല്ലേ. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലൊക്കെ ഒരു തുള്ളി എണ്ണയില്ലാതെ ഞാനിവിടെ വെള്ളക്കടല വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സിംസാസിൻ്റെ വെള്ളക്കടലയാണ് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ്, അതും നല്ല ഉഗ്രൻ പാക്കിങ്ങോട് കൂടിയാണ് വരുന്നത്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സിപ്ലോക്ക് മോഡലിൽ തന്നെ കവർ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ആ കവറിൽ തന്നെ നമുക്ക് വായൊന്നും കയറാതെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് വേറെ ബോട്ടിലുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കടല അളന്നെടുത്തിട്ടുണ്ട്. അതൊന്ന് 4 മണിക്കൂർ കുതിർത്താൻ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേവിച്ചെടുത്ത കടലയിൽ വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ഗരം മസാല, ചാറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പും വെളുത്തുള്ളി ചതച്ചത് ഒരു 3 എണ്ണം, കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് അതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എയർ ഫ്രയറിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനൊരു സിലിക്കൺ ട്രേയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 200 ഡിഗ്രിയിൽ 5 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം അതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു 150 ഡിഗ്രിയിൽ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി നോക്കുക. വീണ്ടും ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ ഒരു 15 മിനിറ്റ് ആണ് ഈ ഒരു കടല ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു കടലയുടെ ടേസ്റ്റ് കൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം എടുക്കുന്ന സമയത്ത് അതിന്റെ